ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തേയില, കാപ്പിപ്പൊടി, ഏലക്ക, നല്ല മുളക് എന്നീ സുഗന്ധദ്രവ്യങ്ങളെ പറ്റി ഒന്ന് രണ്ട് വാർത്ത. അതായത് ഞാനിപ്പം നിൽക്കുന്നത് കേരള സ്റ്റേറ്റിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കുമളിയിലുള്ള ആനക്കുഴി എന്ന ഭാഗത്തുള്ള എൻ്റെ ആങ്ങളയുടെ സ്വന്തം തേയിലത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ തേയിലത്തോട്ടത്തിലെ ഈ ഇലകൾ പറിച്ച് വെയിലത്തിട്ടോ അല്ലെ മെഷീനിലിട്ട് നല്ലപോലെ ഉണങ്ങി പൊടിച്ചാണ് നമുക്ക് കവറുകളിൽ തേയിലയായിട്ട് വന്നു ചേരുന്നത്. നമ്മൾ ചായ ഇടും, നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്ക്. അപ്പോൾ ഇത് ഇല ഉണങ്ങിയാണോ വരുന്നത് എന്ന് ചോദിച്ചാൽ ആന്നു. ഇത് ഒറിജിനൽ തേയില മരത്തിൻ്റെ ഒറിജിനൽ ഇലയാണ്. ഇതവർ ഉണങ്ങി പൊടിച്ചാണ് നമ്മുടെ എല്ലാം കൈകളിൽ എത്തിക്കുന്നത്. ഈ തേയിലയ്ക്ക് നല്ല മണവും ഗുണവുമാണ്. നിങ്ങൾക്ക് ആർക്ക് തേയില വേണമെങ്കിലും നിങ്ങൾ കുമളിയിലുള്ള എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ വന്നാൽ മതി. നിങ്ങൾക്ക് 100 ഗ്രാം, 1/2 കിലോയോ 1 കിലോയോ എത്ര വേണമെങ്കിലും തേയില അവിടെ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭാവനയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കാപ്പിക്കുരുവിൽ നിന്ന് കാപ്പിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മൾ കാപ്പിക്കുരു പറിച്ചെടുക്കണം, പഴുത്ത കാപ്പിക്കുരു. എന്നിട്ടത് വെയിലത്തിട്ട് നല്ലപോലെ ഉണങ്ങണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിൽ, അരയ്ക്കുന്ന ജാറിനകത്തിൽ ഇങ്ങനെ തിരിക്കണം. എന്നിട്ട് നല്ലപോലെ അതെടുത്ത് തിരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം നമ്മൾ മുറത്തിനകത്തിട്ട് മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തിൽ ഗ്യാസ് കത്തിച്ച് അത് നല്ലപോലെ വറക്കണം. വറുത്ത് നല്ലപോലെ കറുത്ത കളറാകുമ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും വറക്കണം. വീണ്ടും അത് ഇച്ചിരി കൂടെ മൂത്ത ശേഷം നമ്മൾ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ജീരകം, ഒരു 10-15 ഏലക്കായിട്ട് വീണ്ടും ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത ശേഷം 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വറക്കണം. എന്നിട്ടത് ഇറക്കി വെച്ചിട്ട് ഒരുമാതിരി ആറുന്ന സമയത്ത് നമ്മളത് മിക്സിയുടെ ജാറിനകത്തിലിട്ട് പൊടിച്ചെടുക്കണം. ദാ ഇങ്ങനെ നല്ല മണവും ഗുണവുമുള്ള കാപ്പിപ്പൊടി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കണ്ട കാപ്പിപ്പൊടി റെഡിയായി. നോക്ക് നിങ്ങളെല്ലാവരും, നല്ല കാപ്പിപ്പൊടി. അടുത്തതായി ഏലക്ക. ഇതാണ് ഏലത്തോട്ടം. ചെടിയുടെ അടിയിൽ നിന്നാൽ ഇത് വരും. ഇതിൻ്റെ കായ് ഉടനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പറിച്ച് നമ്മൾ ഉണങ്ങിയ ശേഷമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏലത്തോട്ടം കണ്ടിട്ടില്ലാത്തവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പറയാൻ പോകുന്ന നല്ല മുളക്. ചിലയിടങ്ങളിൽ നല്ല മുളകിന് കുരുമുളകെന്നും പറയും. നല്ല മുളക് ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കും, ഗ്യാസ്, വയറ് വീർത്ത് കെട്ടുന്നത് മാറ്റിത്തരും, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, സന്ധിവാതം, ആസ്മ, ചില ത്വക്ക് രോഗങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്, ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും, എല്ലാത്തിനും ഉപരിയായി തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതുമാണ്. വണ്ണം കുറയ്ക്കാനും ഇതിന് നമ്മുടെ ശരീരത്തിൽ അതിയായ പങ്കുണ്ട്. ഇനിയും ഒത്തിരി നല്ല ഗുണങ്ങൾ നല്ല മുളകിനുണ്ട്.